ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പാണ് ഇത്. നമ്മൾ പത്തിരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയത് കാണണ്ടേ? വീഡിയോയിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടത് ഞാൻ മിക്സിൻ്റെ വലിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിന് 2 ബൗൾ വെള്ളം നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. സാധാ വെള്ളമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലാസ്സോ കപ്പോ ഏത് അളവ് ആയാലും അളവ് കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു രീതിയിൽ എടുത്താൽ മതിയേ. ഇനി അതേ പാത്രത്തിൽ തന്നെ ഒരു ബൗൾ ചോറ് കേട്ടോ. ചോറ് നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇനി ചോറ് നിങ്ങളെ കയ്യിൽ റേഷൻ കടയിലെ ചോറാണ് ഉള്ളതെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ അധികം വെന്ത് ഇങ്ങോട്ട് ഒടിഞ്ഞ ചോറാവരുത് കേട്ടോ. സാധാരണ കുറുവ അരിയോ റേഷൻ കടയിലെ അരിയോ എന്തായാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഇതേ പാത്രത്തിൽ തന്നെ 2 ബൗൾ പത്തിരിപ്പൊടി. നമ്മൾ വറുത്ത പത്തിരിപ്പൊടിയാണ് ഇതിന് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിതിന് എടുത്തിട്ടുള്ളത് പാക്കറ്റ് പൊടിയാണേ. അപ്പോൾ 2 ബൗൾ പത്തിരിപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഇത് അരച്ചെടുക്കണം കേട്ടോ. ആ വെള്ളമൊക്കെ ഞാൻ ഒഴിച്ചത് കറക്റ്റായി വരും. ഈ ഒരു അളവിൽ ഞാൻ എടുത്ത വെള്ളം ഇതൊക്കെ പാകമായി വരുവേ. ഞാനിത് ഈ ഒരു തനിമ പത്തിരിപ്പൊടിയാണ് ഞങ്ങളെ നാട്ടിൽ കിട്ടാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. നമുക്ക് നന്നായി അരച്ചെടുക്കാം. അതുപോലെ തന്നെ ഇഡ്ഡലി ദോശ എല്ലാം നന്നാവാറുണ്ട് കേട്ടോ ഈ പൊടി വെച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ പാകമാണ് കേട്ടോ. കണ്ടോ? അപ്പോൾ ഇത് ഈ ഒരു അളവിൽ എടുക്കുമ്പോൾ പാകമായി വരാറുണ്ട് കേട്ടോ ഈ ഒരു പൊടി വെച്ച് ചെയ്യുന്ന സമയത്ത്. പിന്നെ നമുക്കിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ. 1 സ്പൂണിൻ്റെ അടുത്തായിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 സ്പൂണ് പഞ്ചസാര കേട്ടോ. പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഈസ്റ്റാണ്. ഈസ്റ്റ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതേ സ്പൂണിൽ ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ടീസ്പൂണൊക്കെ ഉണ്ടാവാൻ മതി കേട്ടോ. അപ്പോൾ അത്രയും ഞാൻ ചേർക്കാറുള്ളൂ. നന്നായി കൂടുതൽ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. പക്ഷെ ഞാൻ ഇത്രയും അതിലും കുറച്ചേ ചേർക്കാറുള്ളൂ കേട്ടോ. അതിൽ കൂടാറില്ല. അപ്പോൾ ഒന്നും കൂടി ഒരു 15 മുതൽ 20 സെക്കൻഡ് വരെ നമുക്ക് ഒന്നും കൂടി അരച്ചെടുക്കണേ. അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈസ്റ്റും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് ഇനി ഇതൊരു സ്റ്റീലിൻ്റെ ചെമ്പിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ മിക്സിൻ്റെ ജാറ് ചുവറ്റി പാരാറൊന്നുമില്ല കേട്ടോ. നമ്മൾ കൈ കൊണ്ടൊന്ന് വടിച്ച് ഇങ്ങോട്ട് ഇട്ടാൽ മതിയേ. ആ വെള്ളം ഇതൊക്കെ പാകമാണ് കേട്ടോ. ഞാനിത് രാത്രി ഒരു 10:30 മണിക്കാണ് ഇത് അരച്ച് വെക്കുന്നത് കേട്ടോ, കടുക്കാൻ നേരം സമയത്ത്. ഇനി നമുക്ക് രാവിലെ ചുട്ടെടുക്കാം കേട്ടോ. ഇതിങ്ങനെ തന്നെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതേ രാവിലെ ഒരു 6:30 മണിയായിട്ടുണ്ടേ. അപ്പോൾ ഈ സമയത്താണ് ഞാനിത് ചുട്ടെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതായത് കുറച്ചൊക്കെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ചിലത് ഞാൻ കുറച്ച് ഈസ്റ്റ് ഇടുമ്പോൾ അങ്ങനെ പൊങ്ങാറുമില്ല കേട്ടോ. എങ്കിലും പക്ഷേ അപ്പം നല്ലതുപോലെ നന്നാവാറുമുണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് ഈസ്റ്റ് ഇടുന്നതനുസരിച്ച് പൊങ്ങി വരും. പക്ഷേ ഈസ്റ്റ് അധികം ഇടണ്ട കേട്ടോ, കുറച്ച് ഇട്ടാൽ മതി. പക്ഷെ അപ്പം നല്ലതുപോലെ നന്നാവും കേട്ടോ. പാക്കറ്റ് പൊടിയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കേണ്ടതില്ല. നമ്മൾ വറുത്ത പത്തിരിപ്പൊടി ആകുമ്പോഴല്ലേ പിന്നെ ചില അരിൻ്റെത് നന്നാവും, ചില അരിൻ്റെത് നന്നാവാറുമില്ല കേട്ടോ. അങ്ങനെ ഉണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് പൊടിച്ച് വറുക്കണമൊക്കെ ഉണ്ടാവുമല്ലോ. അത് ചിലത് നന്നായി കിട്ടും, ചിലത് നന്നാവില്ല. പക്ഷെ പാക്കറ്റ് പൊടി ആകുമ്പോൾ പിന്നെ ആ ഒരു പ്രശ്നം ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ അധികവും ദോശ ഇഡ്ഡലി ഇതൊക്കെ ഉണ്ടാക്കാറുള്ളത് പാക്കറ്റ് പൊടി വാങ്ങിയിട്ട്. ഇത് കണ്ടോ, നമ്മൾ പാനിൽ ചുട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഇവിടെ പെട്ടെന്നാവും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അപ്പം കണ്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനത്തെ ചട്ടിയിൽ നമുക്കിങ്ങനെ കുറേശ്ശെ ഒഴിച്ച് മുഴുവനും ചുട്ടെടുക്കാം കേട്ടോ. അപ്പം ഞാനിത് വെള്ളപ്പത്തിൻ്റെ മാവാണ് കേട്ടോ. വെള്ളപ്പത്തിൻ്റെ ചട്ടിയിലാണ് ഞാൻ സാധാരണ ഒഴിച്ചുണ്ടാക്കാറുള്ളത്. ചില സമയത്ത് ടൈം കിട്ടൂല തീരെ. അപ്പം ഞാനിത് വലിയ ചട്ടിയിലാക്കി നമുക്ക് ഇങ്ങനെ പാർന്നാൽ സുഖമാണല്ലോ. എന്താ വെച്ചാൽ മക്കൾക്കൊക്കെ പോകാനും ചോറും കൂട്ടാനും അപ്പേരി ഒക്കെ ഉണ്ടാക്കാനുണ്ടാവും. ആ സമയത്ത് നമുക്ക് ഇതിന്മേൽ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ പാർന്നിങ്ങനെ ചുറ്റിച്ചെടുക്കാൻ ടൈം കിട്ടൂല. അപ്പോൾ ഞാനൊരു ദിവസം ഇങ്ങനെ ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തപ്പോൾ അത് നല്ല ഇഷ്ടമായി, നല്ല സൂപ്പർ.
അപ്പം പിന്നെ ഞാൻ ഇങ്ങനെ അരക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അപ്പം എല്ലാവർക്കും എളുപ്പത്തിൽ വേഗം ഉണ്ടാക്കാനും പിന്നെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. കണ്ടോ, നല്ല ഇതായി കിട്ടുക, നല്ല സോഫ്റ്റുമാണ്. നമുക്ക് ഇനി വൈകുന്നേരം വരെ ആയാലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഒരു പിന്നെ ഹാർഡാവൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അപ്പോൾ ലാസ്റ്റത്തതാണ് ചട്ടിയിലുള്ളത്. അപ്പോൾ അത് ആദ്യം മുതൽ അവസാനം വരെ നല്ലതുപോലെ നന്നാവും കേട്ടോ. പിന്നെ നമ്മൾ വെള്ളപ്പം ചുടും പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ നിൽക്കരുത്, അപ്പോൾ അടിയിൽ കരിയും കേട്ടോ. കണ്ടോ, അതൊന്ന് കരിഞ്ഞത് ഞാൻ മാറ്റി വെച്ചതാണേ. പെട്ടെന്ന് തന്നെ വേവുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അത് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.